ഈ രീതിയിലുള്ള കൂടിക്കാഴ്ച, നിർണായക കൂടിക്കാഴ്ച അവിടെ വൈറ്റ് ഹൌസിൽ തുടരുമ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം, ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വംശഹത്യ ക്രൂരത അതേ രീതിയിൽ തുടരുന്നു എന്നതാണ്. നിരവധി പേർ ഇന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നതിൽ വല്ലാത്തൊരാകാംക്ഷ നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ആശങ്ക നിലനിൽക്കുക മാത്രമല്ല, അത് വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇന്ന് വൈകിട്ടും ഇസ്രായേൽ കടന്നിരിക്കുന്നത്. അതേസമയം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഈ ഗസ സിറ്റിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണവും ഇന്ന് വൈകിട്ട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ 8 സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതിൽ 6 സൈനികരുടെ നില അതീവ ഗുരുതരമാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതായത് ഇത് ഏകപക്ഷീയമായിട്ടുള്ളൊരു ആക്രമണത്തിലൂടെ എളുപ്പത്തിൽ ഗസ സിറ്റി പിടിക്കുക എന്നത് ഇപ്പോൾ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണെന്ന് തെളിയിക്കുമാറാണ് ഇത്തരം പ്രത്യാക്രമണ പദ്ധതികളുമായിട്ട് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗവും സജീവമായി തന്നെ രംഗത്തുള്ളത്. 10,000-കണക്കിന് സൈനികർ തങ്ങളുടെ ഭാഗത്ത് അതിശക്തമായിട്ട് നിലയുറപ്പിച്ചതായിട്ടാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും അറിയിക്കുന്നത്. അതുകൊണ്ട് ഗസ സിറ്റി ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ആ ഒരു ആഗ്രഹം നടപ്പില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ഒത്തുതീർപ്പിനും അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തലിനും ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം ഏറെക്കുറെ വിധേയപ്പെടാൻ പോകുന്നത് എന്ന വസ്തുതയും നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. അതിക്രൂരമായിട്ടുള്ള ഈ നരഹത്യ 66,000-ലധികം ജീവൻ അപഹരിച്ചിട്ടുണ്ട്. അതിലേറെ മനുഷ്യർ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും ഒടുവിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ ഹമാസിനുമായിട്ടൊരു ചർച്ചയ്ക്ക് വരുന്നതിന്റെ ഒരു മുന്നോടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് നെതന്യാഹുവിന് മാപ്പ് ഇരക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ചരിത്രം അത്ര എളുപ്പത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ലളിതമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്ന് ഇസ്രായേലിന് നേരത്തെ ദക്ഷിണ ലബനാനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നതിന്റെ ആ നാണംകെട്ട ചരിത്രത്തിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഇപ്പോൾ പോലും അതേ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ക്രൂരമായിട്ടുള്ള വംശഹത്യ ഇന്നും അതിന്റെ വ്യാപ്തിയിൽ തന്നെയാണ് തുടരുന്നത്. 50-ലേറെ പേർ മരണപ്പെട്ടതായിട്ടാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് ലഭിക്കുന്നത്. അൽഷിഫ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിലും നിരവധി രോഗികൾ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. ദിവ്യ, എന്തായാലും കൂടിക്കാഴ്ച വൈറ്റ് ഹൌസിൽ പുരോഗമിക്കുമ്പോഴും അതിശക്തമായ ആക്രമണം ഗസയിൽ നടന്നു വരികയാണ്. ഒരു യുദ്ധവിരാമം, അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ലോകം ഒന്നാകെ ഉറ്റുനോക്കുന്നു. എന്തും സംഭവിക്കാമെന്നൊരു പ്രതീതിയാണ് നിലനിൽക്കുന്നത്. അതിനിടയിലാണ് കൂടിക്കാഴ്ചയ്ക്കിടെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്.